വിഷു എത്തിയതോടെ കണിക്കിറ്റുകളുമായി വിപണിയും സജീവമായി. വിഷുക്കണി ഒരുക്കുന്നതിനായി തലേ ദിവസമായ ഇന്ന് കിറ്റ് വാങ്ങുവാനുള്ള ഓട്ടത്തിലാണ് ഓരോ മലയാളികളും. കണിവെള്ളരി, ഓറഞ്ച്, ആപ്പിൾ, പൈനാപ്പിൾ, തക്കാളി, മുന്തിരി, മാമ്പഴം, ചീമച്ചക്ക, പഴം തുടങ്ങി ഒട്ടേറെ വിഭവങ്ങളടങ്ങിയ കിറ്റിന് 200 രൂപ മുതൽ 400 രൂപ വരെയാണ് കച്ചവടക്കാർ ഈടാക്കുന്നത്. കണിവെള്ളരിക്ക് കിലോ 60 രൂപ, മത്തൻ കിലോ 60 രൂപ, പൈനാപ്പിൾ 55 രൂപ, മാമ്പഴം കിലോ 100 രൂപ എന്നിങ്ങനെയാണ് കൊല്ലത്തെ വില. ഇത്തവണ ഹൈദരാബാദിൽ നിന്നും ചോളവും കണിക്കായി എത്തിയിട്ടുണ്ട്. കണിക്കിറ്റിന് ഇത്തവണ വില കൂടുതലാണെങ്കിലും വിപണി ഉഷാറാണെന്ന് കച്ചവടക്കാർ പറയുന്നു. 50 രൂപ ലാഭത്തിന് ഒരു കിറ്റ് വിറ്റാൽ എനിക്ക് 50 രൂപ കാൽക്കുലേറ്റ് കിട്ടും. അത്രേ ഉള്ളു. അത്ര കഷ്ടപ്പാടായി സാധനം. എങ്ങനെ വില എങ്ങനെ കേട്ടോ? എന്നാ ഇത് കിലോ ആണെങ്കിൽ മത്തൻ 6 രൂപ, വെള്ളരി 60 രൂപ, മത്തൻ 60 രൂപ, വെള്ളരി 60 രൂപ, പഴം 60 രൂപ, ചോളം ഒരെണ്ണം 30 രൂപ, പച്ചമാങ്ങ 100 ഉണ്ട്, 120 ഉണ്ട്, 160 ഉണ്ട്, ചീമച്ചക്ക ഒരെണ്ണം 40 രൂപ, നാരങ്ങ കിലോ 220 രൂപ, കിറ്റാണ് 400 രൂപ. പിന്നെ ആ ചക്ക വലിപ്പം ചെറുപ്പം അനുസരിച്ചാണ് അത് കൊടുക്കും. കിറ്റിനകത്താണ് നിങ്ങൾ പറഞ്ഞാൽ കേട്ടുതരും. കച്ചവടം അങ്ങനെ ഉണ്ട്. കച്ചവടം കുഴപ്പമില്ല, ഇപ്പം വരെ ഉഷാറാ, സൂപ്പറാ. സാധനം ചോളം ഹൈദരാബാദാ, അതിവിടെ വരണമെങ്കിലോ. സപ്പോട്ട ചോളം ഇത് കിലോ അല്ലാണ്ട് എണ്ണ കാണണം. ചാക്കിനകത്ത് ഇത്ര എണ്ണ എന്ന് പറഞ്ഞു 30 രൂപയ്ക്ക്. വിഷുവിന് കണിക്കൊന്ന ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് കണിക്കൊന്ന. എന്നാൽ അടുത്തിടെ പെയ്ത മഴയിൽ പൂക്കൾ കൊഴിഞ്ഞുപോയതോടെ വിഷുദിനത്തിൽ കണിക്കൊന്ന കിട്ടാക്കനിയായി. ഇതോടെ കച്ചവടക്കാരിൽ നിന്നും ഒരു പിടി കണിക്കൊന്നയ്ക്ക് 50 മുതൽ 100 രൂപ വരെ നൽകിയാണ് ആളുകൾ വാങ്ങുന്നത്. മാത്രമല്ല, കൊന്നപ്പൂ കിട്ടാതായതോടെ പ്ലാസ്റ്റിക്കും തുണിയും കൊണ്ട് നിർമ്മിച്ച കൊന്നപ്പൂവും വിപണിയിൽ സജീവമായി. കൊന്നപ്പൂ കിട്ടുന്നില്ല. കൊന്നപ്പൂ എന്നാ പ്ലാസ്റ്റിക് ആണ്, ചൈനക്കാരൻ. മറ്റേത് എവിടെ കിടക്കുന്നു? അതാ ഉണ്ടായി തന്നെ ആരാ കയറുന്നത്? ഒരു പ്ലാവിൽ കയറി 2200 രൂപ കൂലിയാ, ഒരു മാവി കയറി 1200 രൂപ കൂലിയാ, 1200 രൂപ കൂലിയാ, ആട്ടോ കൂലി 800 രൂപ, 900 രൂപ, 1000 രൂപ. ആൾക്കാർ വരുമ്പോ അവർ വിപണിയിൽ ഇതെല്ലാം ഉണ്ട്. ഇതിവിടെ വന്ന് സെറ്റ് ആണോങ്കിലേ 1-2 മാസത്തെ പ്രയത്നം ഞങ്ങളത്. ഏതായാലും വില എത്രയാണെങ്കിലും കണിക്കിറ്റ് വാങ്ങി വിഷുക്കണിക്കായി ഓരോ മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു.